ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെളുപ്പിന് 4 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോവുകയാണ്. വൈക്കത്തമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുവാണേ. ഇനിയിപ്പം ചേട്ടൻ വണ്ടി തിരിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ഋതു ആണെങ്കിൽ അവിടെ നിന്ന് കരയുവാണ് ഗൈസ്. അവൾക്ക് ആദ്യം തന്നെ വണ്ടിക്കകത്ത് കയറണം. അതിനു മുമ്പ് നമ്മളൊന്നും കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങളൊരു 8-8:30 ആയപ്പോഴേക്കും അമ്പലത്തിൽ വന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇത്രയും സ്ഥലം കണ്ടിട്ടാണെന്ന് തോന്നുന്നു പിള്ളേർക്ക് 2 പേർക്ക് അമ്പലത്തിൽ തൊഴാൻ വരാൻ കഴിയില്ല. ഒരു വിധത്തിലാണ് 2 പേരെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയത്. കാരണം നമ്മുടെ ആവശ്യമാണല്ലോ, അവർക്കൊരാവശ്യമില്ല. പിന്നെ അമ്മതേ അമ്പലത്തിലേക്ക് മാല വാങ്ങാൻ വേണ്ടി നിൽക്കുവാണേ. കൂട്ടത്തിൽ ഞാനും ഒരു മാലയൊക്കെ വാങ്ങി കേട്ടോ ഭഗവാന്. ഇനിയിപ്പം നമുക്ക് അകത്ത് കയറി തൊഴണം. അപ്പോൾ അകത്ത് നല്ല തിരക്കാണ്. ഇപ്പോൾ നമുക്ക് അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ഫോട്ടോസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. പിന്നെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ആരും ഒന്നും കഴിക്കാതെയാണ് രാവിലെ ഇറങ്ങി. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞ് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറി നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോഴും ഇവിടെ വന്നാട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത്. നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനും അമ്മയും നെയ് റോസ്റ്റും, ബാക്കിയുള്ളവരൊക്കെ പൊറോട്ടയാണ് കഴിച്ചത്. അവരൊക്കെ പൊറോട്ടയുടെ ആളാണ് ഗൈസ്. പൊറോട്ട വിട്ടിട്ട് ഒരു കളിയുമില്ല. ഇപ്പോൾ ഋതുമയ്ക്കും പൊറോട്ടയാണ് വേണ്ടത്. ഋതുമയ്ക്ക് ചെറിയ പനിയുണ്ട്, അതാണ് മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. കൊച്ചിന് ചെറിയൊരു പനിക്കുന്നുണ്ട്, ഇപ്പോഴും ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞക്കോറിയെ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ മീനെ കാണാൻ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ആദ്യക്ക് ഋതുവിന് ഓരോരോ മീൻ കാണുമ്പോൾ അത് വേണം, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 2 പേരെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇനി വരില്ല. ഇനിയിപ്പം നമുക്ക് നേരെ വേളാർവട്ടം അമ്പലത്തിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തണ്ണീർമുക്കം ബണ്ടെത്തിയപ്പോഴേക്കും നല്ല മഴക്കാറാട്ടോ. മഴ പെയ്തില്ല, നല്ല മഴക്കാറ് വന്ന് ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞാൽ ഇരിക്കണത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു വഴി പോലും കാണാൻ പറ്റാത്ത രീതിയിലാട്ടോ മഴ പെയ്തേ. ആ മാതിരി മഴയായിരുന്നു. പിന്നെ ഒരു വിധത്തിലാണ് ഞങ്ങൾ അമ്പലം വരെ എത്തിയത്. പായത്തിന് അമ്പലത്തിലെത്താറായപ്പോഴേക്കും മഴ കുറഞ്ഞായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. ആദ്യം നേരെ പോണത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് കളിപ്പാട്ടക്കടയുണ്ട് കണ്ടോ. അവിടെ പോയി നിന്ന് ഏതാ കളിപ്പാട്ടം വാങ്ങണ്ടേന്ന് ഓർത്ത് പുള്ളി നോക്കണതാണ്. പിന്നെ അമ്പലത്തിലേക്ക് കയറി തൊഴുതത് അമ്പലക്കുളം കാണാൻ വന്നേക്കുവാണേ. കുറേ പേര് അവിടെ കുളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് അമ്പലത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഓരോ നാളും നമ്മുടെ ജന്മനാളിൻ്റെ അവിടെ ഓരോ തൈ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ തൈയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ അവിടെയുള്ള എല്ലാവരും വന്നിങ്ങനെ ഒഴിക്കുന്നുണ്ട്. എൻ്റെ നാൾ രേവതിയാണ്, ഞാൻ പോയി ഒഴിച്ചു. ഇനിയിപ്പോൾ ആദ്യമേ ഒഴിക്കുക കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. ഋതുവിനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്ത് അവൾ സമ്മതിക്കുന്നില്ല ഗൈസ്. അവൾക്ക് വേണ്ട എന്നാണ് അവൾ പറയുന്നത്. പിന്നെ നമ്മൾ പോയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് കളിപ്പാട്ടക്കട കണ്ടില്ലായിരുന്നു. ആദ്യം നേരെ അവിടെ പോയി എന്താ എടുക്കണ്ടേന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ വെളി വരുന്ന ഗൈസ് കളിപ്പാട്ടം മേടിക്കാനാണ്, അല്ലാണ്ട് അവൻ തൊഴാനൊന്നുമല്ല. അവൻ്റെ ഏക ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം മാത്രമാണ്. കാർ എത്ര കിട്ടിയാലും എൻ്റെ കുഞ്ഞിന് മതിയാവില്ല. ഋതുവാണെങ്കിൽ ഒരു കുഞ്ഞു ബലൂൺ കിട്ടിയപ്പോഴേക്കും ഓക്കെ, അവൾക്കത് മതിയെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ അവൾക്ക് തീർന്നിരിപ്പുണ്ട്. ഇനി അവൾക്ക് പോയാൽ മതി. ആദ്യമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഏതെടുക്കും എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.